നല്ല സപ്പോർട്ട് അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പാഴാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് തുടങ്ങിയതാണ്. പിന്നെ അതൊരു ഹാബിറ്റായിട്ട് മാറി. വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ കൊണ്ടുവന്ന് തുടങ്ങിയത്. പിന്നെ ഇതിന് അത്യാവശ്യം മൂല്യം ഉണ്ടെന്നൊക്കെ മനസ്സിലായപ്പോഴത്തേക്കും വെറുതെ കളയുന്നത് എന്തിനാന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്ഥിരമായി. ഇതാണ് ഈ രാത്രി 2 ചാക്ക് ഫുൾ സപ്പോർട്ട് ആയിട്ടാണ് ഈ രാത്രി വന്നിരിക്കുന്നത്. ഇപ്പൊ സമയം 8:30. അപ്പോ ഈ സമയത്ത് 2 കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് സപ്പോർട്ടയാണ്. ഇത് എപ്പം പറിച്ചപ്പോ? ഇത് രാവിലെ ഇന്ന് ഫുള്ളായിട്ട് പറിച്ചതാണിത്. കണ്ടോ, 2-3 കൊട്ട നിറച്ചും സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നിറയെ സപ്പോർട്ട് പിടിക്കുന്ന സമയം. അത്യാവശ്യം വിളവ് വന്നത് ഈ ഒരു കളറാവും, ഡാർക്ക് ബ്രൗണിൽ നിന്ന് മറിച്ച് ഒരു പെയിൽ കളറാവും. ഇതാണ് അതിന്റെ പാകസൂചിക. അത്യാവശ്യം പാകസൂചിക ഒക്കെ നോക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന, എന്നും കൊണ്ടുവരുന്ന സമയം രാത്രി 8:30 അല്ലേ? ഇതാണ് ഈ 8:30 കൊണ്ടുവരാനുള്ള അത് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് അനിയന്റെയും കൂടി ഒരു സൗകര്യാർത്ഥം. ഈ ചേട്ടനനിയന്മാരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം. ഒരാളും കൂടി ഉണ്ടല്ലേ, ഒരു ചേട്ടനും കൂടി ഉണ്ട്. ആളും ഇടയിൽ കൊണ്ടുവരും. അപ്പോ രസം എന്ന് വെച്ചാൽ എന്നും ഇതുപോലെ പൂവൻകൊല, ചേന, കാച്ചില് എല്ലാം രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയൊക്കെ എടുത്തിട്ട് രാത്രി എല്ലാം ഫുൾ സോർട്ട് ചെയ്ത് നല്ല ഫ്രഷ് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് മോൻ 9ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴേ വരാൻ തുടങ്ങിയില്ലേ? ഇല്ലേ, കൊച്ച് ഇപ്പൊ കുറെ കാലമായി ഇവരുടെ ഈ ശ്രമം തുടങ്ങിയിട്ട്. അപ്പോ കൺസിസ്റ്റൻസി, അതായത് എന്ന് സ്ഥിരമായിട്ട് ഇതുപോലെ പണിയെടുത്ത് അവർ കൊണ്ടുവരുന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തല്ലേ? എന്റെ പേര് കിരൺ. ഞാൻ വരുന്നത് പാണ്ടിയിൽ നിന്നാണ്. ചെറുതായ പഞ്ചായത്തിലുള്ള പാണ്ടിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇത് എന്റെ അനിയനാണ്. എന്റെ പേര് കെവിൻ. ഞാൻ +2 പഠിക്കുന്നത്. അപ്പോ ഇവർ കൊണ്ടുവന്ന സപ്പോർട്ടയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒന്നും ഡാമേജ് ഒന്നുമില്ല. സാധാരണ ചില ആൾക്കാർ കൊണ്ടുവരുന്ന സപ്പോർട്ട താഴെ വീണതൊക്കെ കൊണ്ടുവരും. ബിസിനസ് ആണല്ലോ, അപ്പൊ ആൾക്കാർ ഇപ്പൊ പൊട്ടിയ സാധനം വാങ്ങിക്കില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്റെ ഇത് പൊട്ടിയ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവർക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അത് തിരിഞ്ഞിട്ട് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. അതുകൊണ്ടാണ് ഡാമേജ് ഒന്നും ഉണ്ടാവാത്തത്. എങ്ങനെ പറിക്കുന്ന കൂടി പറയാം. യൂഷ്വലി പറിക്കുന്നത് മരത്തിൽ കയറിയിട്ട് ആണ് പറിക്കാറ്. അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ്. പിന്നെ മരം കയറാൻ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രയാസം അറിയാം. അനിയൻ അത്ര മരത്തിൽ കയറാൻ അത്ര പരിചയമില്ല. എന്നാ ഇതുപോലെ ഷെഡിന്റെ മുകളിൽ കയറിയിട്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ പറിച്ച് സഹായിക്കാറുണ്ട്. ഇപ്പോ നല്ല സപ്പോർട്ടാ. നമ്മള് ഇതെന്ത് ചെയ്യുന്ന വെച്ചാ, ഇതിപ്പോ ഒരുവിധം നന്നായിട്ട് വിളഞ്ഞതാ. മെച്യൂരിറ്റി, അതായത് പാകസൂചിക കറക്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ കച്ചിക്കകത്ത് വെച്ച് പഴുപ്പിക്കും. കച്ചിക്കകത്ത് കൃത്യമായി അടുക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം ആകുമ്പോൾ കൃത്യമായിട്ട് ഇവിടായിട്ട് നമ്മൾ പഴുക്കും. ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ ഓൾ ഷേപ്പ് ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ പോകുന്നതൊക്കെ ഇനിയുള്ള യുവാക്കള് ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവരെ നമുക്ക് ഫോളോ ചെയ്യാം അല്ലെ? ഈ വരുന്ന തലമുറ ഫോളോ ചെയ്യാൻ പാകത്തിലുള്ള 2 യുവാക്കളാണ് ഇവര്. അപ്പോൾ സന്തോഷം.